മക്കളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യുധിഷ്ഠിരനും അർജുനനൊഴികെയുള്ള മറ്റു പാണ്ഡവരും പാഞ്ചാലിയോടൊപ്പം ഗന്ധമാദന പർവ്വതത്തിൽ എത്തിയ കഥയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പാണ്ഡവർ സൗഗന്ധിക വനത്തിൽ ആയിരുന്നപ്പോൾ കുബേരൻ്റെ ആശ്രമം കാണണമെന്ന് യുധിഷ്ഠിരൻ ഒരാഗ്രഹമുണ്ടായി. പക്ഷേ അപ്പോഴവിടെ ഉണ്ടായ ഒരശരീരിയുടെ ഫലമായി അവർക്ക് തൽക്കാലം ക്ഷേത്രത്തിലെത്താൻ കഴിയില്ലെന്നും മറ്റു ചില ആശ്രമങ്ങൾ സന്ദർശിച്ച ശേഷം മാത്രമേ കുബേരൻ്റെ ആശ്രമത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ എന്നും അവർക്ക് മനസ്സിലായി. അതിൻ പ്രകാരം അവർ ബദരികാശ്രമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അവിടെ താമസിക്കുന്ന കാലത്ത് ജഡാസുരൻ എന്ന ഒരു അസുരനെ ഭീമൻ വധിച്ച കഥ ഓർമ്മയുണ്ടല്ലോ. പിന്നീട് പാണ്ഡവർ അവിടെ നിന്ന് നരനാരായണ ആശ്രമത്തിലെത്തി അവിടെയും കുറച്ച് ദിവസം താമസിച്ചു. വീണ്ടും വൃഷപർവാവ് എന്ന മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി 7 ദിവസം അവിടെ താമസിച്ച് 8-ാം ദിവസം അവിടെ നിന്നവരെ വടക്ക് ദിക്കിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ 4 ദിവസം സഞ്ചരിച്ച് അവർ ശ്വേതഗിരി എന്ന സ്ഥലത്തെത്തി. പിന്നീട് മാല്യവാൻ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഗന്ധമാദന പർവ്വതത്തിൻ്റെ പൂർണ്ണമായ ഭംഗി അവർ കണ്ട് ആസ്വദിച്ചു. പിന്നീട് അവർ വീണ്ടും ഗന്ധമാദന പർവ്വതത്തിൻ്റെ വനത്തിലൂടെ സഞ്ചരിച്ച് ആർഷ്ടിഷേണൻ എന്ന രാജർഷിയുടെ ആശ്രമത്തിലെത്തി മുനിയുടെ ധർമ്മോപദേശം സ്വീകരിച്ചു. മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, പൗർണമിയുടെ അവസാന നിമിഷങ്ങളിൽ ധാരാളം ഋഷീശ്വരന്മാർ മേഘങ്ങളിൽ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരും. ആ സമയത്ത് ചില വാദ്യങ്ങളുടെയും ശംഖിൻ്റെയും ശബ്ദം കേൾക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾക്കവിടെ പ്രവേശനമില്ല. എന്തെങ്കിലും ചപല വിചാരങ്ങളോടെ അവിടെ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഫലം അതികഠിനം ആയിരിക്കും. അവിടെ എത്തുന്നവർ തന്നെ കഠിനമായ പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ടായിരിക്കും അകത്തേക്ക് പ്രവേശിക്കുക. ധാരാളം ഹിംസജന്തുക്കളുള്ള ഒരിടമാണത്. പോരെങ്കിൽ അവിടേക്ക് ചെല്ലുന്നവരെ രാക്ഷസന്മാർ ചക്രായുധവുമായി തടയുകയും തെറ്റെന്ന് കണ്ടാൽ വധിക്കുകയും ചെയ്യും. അവിടെ നടക്കുന്ന വാദ്യഘോഷങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാം. അത്രമാത്രം മതി. അതിനാൽ ഒന്ന് ചെയ്യുക, നിങ്ങൾക്ക് അർജുനൻ എത്തുന്നതുവരെ ഇവിടെ താമസിക്കുവാനുള്ള അനുവാദമുണ്ടായിരിക്കും. മഹർഷിയുടെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിക്കുവാൻ പാണ്ഡവർ തീരുമാനിച്ചു. അവിടെ വച്ച് പാണ്ഡവരുടെ വനവാസകാലം 5 വർഷം തികഞ്ഞിരുന്നു. ഈ സമയത്ത് ഘടോത്കചനും കൂട്ടുകാരും ആവശ്യമുള്ളപ്പോൾ വന്നുകൊള്ളാമെന്ന് സമ്മതിച്ച് മടങ്ങിപ്പോയി. ഇനി നടക്കാൻ ഇരിക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങളുടെ സാക്ഷികളാകാൻ പാണ്ഡവർ അവിടെ തന്നെ താമസിച്ചു. ഈ സമയത്ത് ഗന്ധമാദന പർവ്വതത്തിൻ്റെ പ്രദേശത്ത് രാക്ഷസന്മാരുടെ ശല്യം അതികഠിനമായിരുന്നു. പൊറുതിമുട്ടിയ കൃഷ്ണ ഭീമനോട് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ഭീമൻ ഗദയും മറ്റായുധങ്ങളും എടുത്തുകൊണ്ട് പുറപ്പെട്ട് ഗന്ധമാദന പർവ്വതത്തിൻ്റെ ഒരു കൊടുമുടിയിൽ എത്തി. അവിടെ നിന്നാൽ കുബേരൻ്റെ കൊട്ടാരവും ഉദ്യാനവും കാണാമായിരുന്നു. രാക്ഷസരെ അവിടേക്ക് ആകർഷിക്കുന്നതിനായി ഭീമൻ ശംഖ് വിളിക്കുകയും വില്ലിൽ നിന്ന് ഞാണൊലി ഉണ്ടാക്കുകയും ചെയ്തു. ആ ശബ്ദം കേട്ട് കുറേ രാക്ഷസർ ആയുധങ്ങളുമായി എത്തി. ഭീമൻ അവരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അവർ കൂട്ടത്തോടെ ഭീമന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. പക്ഷേ ഭീമൻ്റെ ഗദയുടെ പ്രഹരം താങ്ങാൻ രാക്ഷസർക്ക് കഴിഞ്ഞില്ല. ധാരാളം രാക്ഷസന്മാർ തലയേറ്റ് നിലംപതിക്കുകയും രക്ഷപ്പെട്ടവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. രാക്ഷസന്മാരുടെ നിലവിളി ശബ്ദം കേട്ട് യുധിഷ്ഠിരൻ നകുലനെയും സഹദേവനെയും കൂട്ടി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ഒരു ഭാഗത്ത് യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ഭീമസേനനും ആ പ്രദേശം മുഴുവൻ തലയറ്റും കൈകാലുകൾ നഷ്ടപ്പെട്ടും മരിച്ചു കിടക്കുന്ന ഒരു കൂട്ടം രാക്ഷസരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് യുധിഷ്ഠിരൻ ഭീമസേനൻ്റെ അടുത്തെത്തി. അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ഭീമ, സന്യാസ ജീവിതം നയിക്കുന്ന നീ എന്തിനിത് ചെയ്തു? ഇത് മഹാപാപമാണ്. എൻ്റെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ മേലിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത്. ഇതിനിടയിൽ രക്ഷപ്പെട്ടോടിയ രാക്ഷസന്മാർ സംഭവം കുബേരനെ അറിയിച്ചു. പെട്ടെന്ന് കോപിഷ്ഠനായ അദ്ദേഹം രഥത്തിൽ കയറി ഗന്ധമാദന പർവ്വതത്തിൽ എത്തി. അവിടെ പാണ്ഡവരെ കണ്ടപ്പോൾ കുബേരൻ്റെ കോപം തണുത്തു. അത് കണ്ട്
മറ്റു രാക്ഷസന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു ചേർന്നു. യുധിഷ്ഠിരൻ നകുലസഹദേവന്മാരുമായി ചെന്ന് കുബേരനെ നമസ്കരിച്ചു. സന്തുഷ്ടനായ കുബേരൻ പറഞ്ഞു, ധർമ്മജ, അങ്ങയെ കണ്ടത് ഭാഗ്യമായി. എല്ലാ ജീവികളോടും ദയവുള്ള അങ്ങ് ഇനി ഒരിടത്തേക്കും പോകേണ്ട. ഈ ഗന്ധമാദന പർവ്വതത്തിൽ തന്നെ താമസിച്ചു കൊള്ളുക. അതിനുള്ള സൗകര്യം ഞാനൊരുക്കാം. അപ്പോഴും ഭീമസേനൻ ഗദയുമേന്തി യുദ്ധസന്നദ്ധനായി നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് കുബേരൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ അനുജൻ ഇപ്പോഴും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഭീമൻ എൻ്റെ സൈനികരോട് ചെയ്തതിൽ എനിക്ക് പരിഭവമില്ല. കാരണം അത് അസുരന്മാരുടെ വിധിയായിരുന്നു. അത് എനിക്ക് കിട്ടിയ ഒരു ശാപത്തിൻ്റെ ഫലമാണ്. ഒരിക്കൽ ദേവന്മാർ കുശസ്ഥലി എന്ന സ്ഥലത്ത് വെച്ച് ഒരു സമ്മേളനം നടത്തി. എനിക്കും ക്ഷണമുണ്ടായിരുന്നു. അനേകം യക്ഷന്മാരോടൊപ്പം ഞാൻ ആകാശമാർഗത്തിലൂടെ അവിടേക്ക് പോകുമ്പോൾ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന മണിമാൻ എന്ന യക്ഷരാജാവ് താഴേക്ക് തുപ്പി. അത് ഭൂമിയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന അഗസ്ത്യമുനിയുടെ മേൽ പതിച്ചു. അഗസ്ത്യനെ മണിമാൻ കണ്ടിരുന്നു. അയാൾ മനഃപൂർവ്വമായിട്ടാണ് അങ്ങനെ ചെയ്തത്. ക്രുദ്ധനായ മുനി എന്നെ ശപിച്ചു. കുബേര, നിന്റെ സുഹൃത്ത് മനഃപൂർവ്വം എന്നെ അപമാനിച്ചു. അതിനാൽ ഒരാൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് സൈന്യസമേതനായി ഇവനെ വധിക്കും. നിനക്ക് നിന്റെ സൈന്യം മൂലം കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ദുഃഖിക്കേണ്ടി വരും. ആ ഒറ്റയാളെ കണ്ടെത്തുന്ന സമയത്ത് നീ നിന്റെ ദുഃഖത്തിൽ നിന്നും മോചിതനാകും. അതുകൊണ്ട് യുധിഷ്ഠിര, ഭീമനോട് എനിക്ക് ഒരു വിരോധവുമില്ല. അയാളെ കണ്ടുമുട്ടിയതോടെ എൻ്റെ ദുഃഖങ്ങളെല്ലാം അവസാനിച്ചു. എങ്കിലും രാജാവേ, ഒന്നുണ്ട്. ജീവിതത്തിന് ആവശ്യം വേണ്ട ഗുണങ്ങളാണ് ധൈര്യം, ദക്ഷത, ദേശബോധം, കാലബോധം, പരാക്രമം എന്നിവ. ദക്ഷത എന്നാൽ സ്ഥിരമായ അവസ്ഥ എന്ന് പറയാം. കുബേരൻ തുടർന്നു, സത്യയുഗത്തിൽ മനുഷ്യർ ധീരന്മാരും കർമ്മകുശലരും പരാക്രമശാലികളുമായിരുന്നു. അതിനാൽ അവർക്ക് മരണാനന്തരം സദ്ഗതി ലഭിച്ചു. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഭീമന് ധർമ്മബോധമില്ല. അഹങ്കാരം കൂടുതലാണ്. ബാലന്മാരെ പോലെ അപക്വബുദ്ധിയുമാണ്. സഹിഷ്ണുത തീരെയില്ല. അങ്ങ് ഭീമനോട് ആശ്രമത്തിലെത്തി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ കൃഷ്ണപക്ഷമാണല്ലോ. അത് കഴിയും വരെ ആശ്രമത്തിൽ തന്നെ താമസിക്കുക. കൃഷ്ണപക്ഷം എന്നാൽ കറുത്ത വാവ് കഴിഞ്ഞുള്ള 15 ദിവസങ്ങളാണ്. വെളുത്ത വാവിന് ശേഷമുള്ള 15 ദിവസങ്ങളെ ശുക്ലപക്ഷം എന്നും പറയും. കുബേരൻ തുടർന്ന് പറഞ്ഞു, അളകാപുരിയിലെ യക്ഷന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും മറ്റ് പർവ്വതവാസികളും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. ഭീമൻ ഇങ്ങോട്ട് ആക്രമിച്ചാണ് കടന്നത്. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അങ്ങ് ഉപദേശിക്കണം. ഇയാളുടെ അനുജൻ അർജുനൻ ഇങ്ങനെയല്ല. അയാൾ കർമ്മകുശലനാണ്. ധർമ്മനീതിയും അറിയാം. അതിനാൽ അയാൾക്ക് സ്വർഗീയ സുഖങ്ങളെല്ലാം ലഭിച്ചു. അപ്പോൾ ഭീമസേനൻ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് കുബേരൻ്റെ മുന്നിലെത്തി അദ്ദേഹത്തെ നമസ്കരിച്ചു. കുബേരൻ ഭീമനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, പാണ്ഡവരെ, ഇപ്പോൾ അർജുനൻ ആയുധാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ദേവേന്ദ്രൻ അർജുനന് മടങ്ങിപ്പോകാനുള്ള അനുവാദവും നൽകിക്കഴിഞ്ഞു. വൈകാതെ അയാൾ തിരിച്ചെത്തും. നിങ്ങൾ അതുവരെ ഇവിടെ കഴിയുക. അതിനായി നിങ്ങൾക്ക് എൻ്റെ ഇവിടുത്തെ മാളിക ഉപയോഗിക്കാം. കുബേരൻ പാണ്ഡവരെ ആശീർവദിച്ച് തിരിച്ചുപോയി. പാണ്ഡവർ കുബേരൻ നൽകിയ മാളികയിൽ സന്തോഷത്തോടെ താമസിച്ചു. അടുത്ത ദിവസം ആഷ്ടിഷേണ മഹർഷിയും ധൗമ്യ മഹർഷിയും കൂടി പാണ്ഡവർ താമസിക്കുന്നിടത്ത് വന്നുചേർന്നു. അത് പാണ്ഡവർ തീരെ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വേഗമെത്തി മഹർഷിമാരെ നമസ്കരിച്ചു. അതിനുശേഷം ധൗമ്യൻ അവരെ ഗന്ധമാദന പർവ്വതത്തിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെ പരിചയപ്പെടുത്തി. യുധിഷ്ഠിര, നോക്കൂ, ആ കിഴക്ക് ദിക്കിൽ കാണുന്നതാണ് മന്ദരപർവ്വതം. ഇവിടെ തെക്കു ദിക്കിൽ കാണുന്നത് യമപുരിയാണ്. അതിന് സംയാതി എന്നുകൂടി പേരുണ്ട്. പടിഞ്ഞാറായി കാണുന്നത് അസ്തമയപർവ്വതമാണ്. വടക്കു ദിക്കിൽ കാണുന്നത് ആണ് മഹാമേരു പർവ്വതം. അവിടേക്ക് ബ്രഹ്മജ്ഞാനമുള്ളവർക്ക് പോലും ഭക്തിമാർഗത്തിലൂടെ മാത്രമേ പ്രവേശിക്കുവാൻ കഴിയൂ. ബ്രഹ്മം എന്നാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രഹ്മജ്ഞാനം എന്നാൽ ഈശ്വരൻ എന്ന ആ അനന്ത സങ്കല്പത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ. മേരുപർവ്വതത്തിൻ്റെ മുകളിൽ സപ്തർഷികൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. സപ്തർഷികൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് 7 നക്ഷത്രങ്ങൾ ചേർന്ന ഒരു നക്ഷത്ര സമൂഹമാണ്.
ഈ 7 നക്ഷത്രങ്ങളെ കൂടാതെ 7 മഹർഷിമാർ കൂടി സപ്തർഷികളെന്ന് അറിയപ്പെടുന്നുണ്ട്. അവർ മരീചി, അത്രി, അങ്കിരസ്, പുലവൻ, പുലസ്ത്യൻ, കൃതു, വസിഷ്ഠൻ എന്നീ 7 മഹർഷിമാരാണ് ഈ സപ്തർഷികൾ എന്നറിയപ്പെടുന്ന മഹർഷിമാർ. ധൗമ്യ മഹർഷി തുടർന്നു. മഹാമേരു പർവ്വതത്തിനപ്പുറം കാണുന്ന ആ തിളങ്ങുന്ന ലോകമാണ് വിഷ്ണുലോകം. അതിപവിത്രമായ ആ മണ്ഡലത്തെ ദേവന്മാർക്ക് പോലും കാണാൻ കഴിയില്ല. സൂര്യൻ്റെയും അഗ്നിയുടെയും പ്രകാശം ഇല്ലാതെ തന്നെ ആ സ്ഥലം പ്രഭാപൂർണമായി നിലകൊള്ളുന്നു. അവിടെ പ്രവേശിക്കാൻ യോഗസിദ്ധന്മാർക്കും യതികൾക്കും ഭക്തിമാർഗത്തിലൂടെ മാത്രമേ കഴിയൂ. അവിടെ എത്തുന്നവർ ഒരിക്കലും മടങ്ങി വരികയില്ല. ഇവിടെ യതി എന്ന് പറഞ്ഞത് സന്യാസിമാർ എന്ന അർത്ഥത്തിലാണ്. പാണ്ഡവർ വ്രതനിഷ്ഠയോടെ ഗന്ധമാദനത്തിൽ താമസിച്ചു. അസ്ത്രാഭ്യാസം നേടുവാൻ അമരാവതിയിലേക്ക് പോയ പാർത്ഥൻ ഇന്ദ്രനോട് വിട പറഞ്ഞു ഗന്ധമാദനത്തിൽ എത്തിച്ചേർന്നു. ഇന്ദ്രൻ്റെ തേരാളിയായ മാതലി തെളിച്ച രഥത്തിലാണ് അർജുനൻ എത്തിച്ചേർന്നത്. അയാൾ വേഗമെത്തി ധൗമ്യൻ, യുധിഷ്ഠിരൻ, ഭീമൻ എന്നിവരുടെ പാദങ്ങളിൽ വണങ്ങി. നകുല സഹദേവന്മാർ പാർത്ഥനെ നമസ്കരിച്ചു. അർജുനൻ അവരെ ആശ്ലേഷിച്ചു. ദ്രൗപദി എത്തി അർജുനനെ നമസ്കരിച്ച് മുഖം താഴ്ത്തി നിന്നു. അവളുടെ വിരഹദുഃഖം അർജുനന് മനസ്സിലായി. അയാൾ ദ്രൗപദിയെ സമാധാനിപ്പിച്ചിട്ട് യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. പാണ്ഡവരെല്ലാവരും ഇന്ദ്രൻ്റെ രഥത്തെ പ്രദക്ഷിണം വെച്ച് തൊഴുതു. മാതലിയെ പാണ്ഡവർ വേണ്ടവണ്ണം സൽക്കരിച്ചു. അതിനുശേഷം മാതലി ഇന്ദ്രലോകത്തേക്ക് മടങ്ങിപ്പോയി. ഇനിയുള്ള കഥ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്തുമസ് കൂടി ആശംസിച്ചുകൊള്ളുന്നു.